നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു തമാശയായി നിങ്ങൾക്ക് തോന്നും. പക്ഷെ ആലോചിച്ച് കഴിയുമ്പോൾ അതൊരു സത്യമാണെന്നും നിങ്ങൾക്ക് ബോധ്യമാവും. UDFിൻ്റെ ഉജ്ജ്വല വിജയത്തിൻ്റെ യഥാർത്ഥ ശില്പി ആരാണ്? സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലേക്ക് വി ഡി സതീശൻ്റെ മുഖം വരും, രമേശ് ചെന്നിത്തലയുടെ മുഖം വരും, KC വേണുഗോപാലിൻ്റെ മുഖം വരും, ഒട്ടേറെ കോൺഗ്രസ് UDF നേതാക്കളുടെ മുഖം വരും. പക്ഷേ യഥാർത്ഥ വിജയശില്പി എന്ന് പറയുന്നത് മറ്റാരുമല്ല, ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ ഭരണമില്ലായിരുന്നെങ്കിൽ UDFിന് ഒരിക്കലും ഇത്രയും വലിയൊരു വിജയം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ആരും ഇതിന് പിണറായി വിജയനോട് നന്ദി പറയില്ലെന്ന് എനിക്കറിയാം. അദ്ദേഹം 30 കാറുകളുടെ അകമ്പടിയോടെ കേരളത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ യാത്ര ചെയ്തില്ലായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് വേണ്ടി നൂറുകണക്കിന് ആൾക്കാരെ വഴിയിൽ തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, പോലീസ് അവരെ ലാത്തി വീശി ഓടിച്ചില്ലായിരുന്നുവെങ്കിൽ, മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് അദ്ദേഹം പറഞ്ഞില്ലായിരുന്നെങ്കിൽ, കരിങ്കൊടി കാണിച്ച് സമരം ചെയ്ത ഒരു കോൺഗ്രസ് പ്രവർത്തകനെ തല്ലിയ തൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെയും പോലീസിനെയും സംരക്ഷിച്ചുകൊണ്ട് അവർ രക്ഷാപ്രവർത്തനമാണ് നടത്തിയതെന്ന് ഈ മുഖ്യമന്ത്രി പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇവിടുത്തെ മാധ്യമപ്രവർത്തകരോട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ധാർഷ്ട്യത്തോടെ എഴുന്നേറ്റ് പോയില്ലായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് സമ്മേളനത്തിൽ ചോദ്യം ചോദിച്ച ഒരു സാധാരണക്കാരനായ മനുഷ്യനോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അദ്ദേഹം പ്രസംഗവേദികളിൽ മൈക്ക് ഓഫായതിൻ്റെ പേരിൽ ഒരു മൈക്ക് സെറ്റിൻ്റെ ഓപ്പറേറ്ററോട് ദേഷ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ഒരു കോമ്പിയർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ പ്രശംസിച്ചതിന് അത് ഇമാതിരി പ്രസംഗം വേണ്ട എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഇത്തരം സംസാരങ്ങളിലൂടെ, ഇത്തരം പ്രവൃത്തികളിലൂടെ അദ്ദേഹം കാണിച്ച ധാർഷ്ട്യം, സെക്രട്ടേറിയറ്റിലെ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഭരണ സുതാര്യതയ്ക്ക് മുന്നിൽ അദ്ദേഹം ഇട്ട ആ ഇരുമ്പുമറയില്ലായിരുന്നെങ്കിൽ, അവിടത്തേക്ക് മാധ്യമങ്ങൾക്ക് സുഗമമായി പ്രവർത്തിക്കാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നെങ്കിൽ, കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്നുള്ള പണം സ്വന്തം മകളുടെ അക്കൗണ്ടിലേക്ക് പ്രതിഫലമായി വരുന്നത് അദ്ദേഹം കണ്ണടച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തില്ലായിരുന്നെങ്കിൽ അത്ര എളുപ്പമായിരുന്നില്ല ഈ വിജയം. കാരണം ഈ സർക്കാർ കടം വാങ്ങിയിട്ടാണെങ്കിലും കുറേ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഭരണത്തിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആൻറ്റി ഇൻകംബൻസി ഉണ്ടെങ്കിലും MLA-മാർക്ക് ഇല്ല എന്നൊരു സർവേയിൽ വെളിപ്പെട്ടതുമാണ്. അപ്പോൾ MLA-മാർക്ക് ആൻറ്റി ഇൻകംബൻസി ഇല്ല, ഭരണത്തിന് ഈ പറയുന്ന പോലെ മറ്റ് വകുപ്പുകളിൽ ഒരു ആൻറ്റി ഇൻകംബൻസി ഇല്ല. ഈ ആൻറ്റി ഇൻകംബൻസി ഉള്ളത് മുഖ്യമന്ത്രിക്ക് മാത്രമാണെങ്കിൽ, അദ്ദേഹം കാണിച്ച ധാർഷ്ട്യത്തിനും അദ്ദേഹം കാണിച്ച അഹങ്കാരത്തിനും ഈ നാട്ടിലെ ജനങ്ങൾ നൽകിയ മറുപടിയാണിതെങ്കിൽ, ഈ വിജയത്തിൻ്റെ ശില്പി ശരിക്ക് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം ഇനി പ്രതിപക്ഷ നേതാവായി വരുമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇനിയും പഴയ ശൈലിയിൽ തന്നെ ആയിരിക്കുമോ പ്രതിപക്ഷ നേതാവായി തുടരുന്നതെന്നും അറിയില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ മാറ്റിവെച്ച് സൗമ്യതയോടെ സ്നേഹത്തോടെ ആളുകളോട് പെരുമാറുന്ന, താൻ ഇരട്ടച്ചങ്കനാണെന്നും താൻ ആർക്കും അങ്ങനെ വഴങ്ങി കൊടുക്കുന്ന ആളല്ലെന്നും ഒക്കെ ഭാവിക്കുന്ന ആ ഒരു പഴയ ഒരു സ്റ്റാലിനിസ്റ്റ് ധാർഷ്ട്യം അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് ഒരു ജനകീയനായ നേതാവായി അദ്ദേഹം വീണ്ടും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു നാളുണ്ടാവുമെങ്കിൽ ഒരുപക്ഷെ ഈ പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും സ്നേഹിക്കുന്ന ഒരു നാളുകൾ ഉണ്ടായിക്കൂടുന്നില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർക്കുക, ഇപ്പോൾ നിങ്ങൾ സമ്മതിക്കില്ലേ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്? ഈ വിജയത്തിൻ്റെ ശില്പി ശരിക്കും പിണറായി വിജയൻ തന്നെയല്ലേ?